This is the brand new Nothing Phone 1 and this is the iPhone. നമ്മുടെ ഇത്രയും നാളത്തെ ഹൈപ്പിന് വിരാമോട്ടുകൊണ്ടാണ് നമ്മുടെ നത്തിങ് ഫോൺ 1 ഇപ്പോൾ റിലീസ് ആയിരിക്കുന്നത്. നമ്മൾ ഇന്ന് കമ്പയർ ചെയ്യുന്നത് നത്തിങ് ഫോൺ 1 വിസസ് ഐഫോൺ 11. എന്തുകൊണ്ടാണ് 13 Pro അതേപോലെ 12 Pro കമ്പയർ ചെയ്തതെന്ന് വെച്ചാൽ ഒരു മിഡ് റേഞ്ച്, അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള ഐഫോൺ 11 വെച്ചാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം പറയുന്നത് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നത്തിങ് ഫോൺ 1 വിസസ് ഐഫോൺ 11. Hey Siri, everything you want to know about Apple. നമുക്ക് തുടക്കം തന്നെ ഈ പറയുന്ന ഡിവൈസിൻ്റെ ഡിസൈനിൽ സ്റ്റാർട്ട് ചെയ്യാം. ഡിസൈനിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഐഫോൺ 12ൻ്റെയും ഐഫോൺ 13ൻ്റെയും സെയിം ഡിസൈൻ തന്നെയാണ് ഈ പറയുന്ന നത്തിങ് ഫോണിലും വന്നിരിക്കുന്നത്. ഈ പറയുന്ന ഡിവൈസ് നമ്മുടെ ഐഫോണിൻ്റെ ചാസിലിട്ട് ചെയ്ത പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. കാരണം ഐഫോണിൽ വന്നിരിക്കുന്ന സെയിം വോളിയം ബ്ലോക്കർ, അതേപോലെ ലോക്ക് ബട്ടൺ സെയിം സൈഡിൽ തന്നെയായിട്ടാണ് ഈ പറയുന്ന നത്തിങ് ഫോൺ വന്നിരിക്കുന്നത്. പക്ഷേ നത്തിങ് ഫോണിൽ സിം ട്രേ വന്നിരിക്കുന്നത് ഫോണിൻ്റെ അടിയിലും നമ്മുടെ ഐഫോണിൽ വന്നിരിക്കുന്ന റൈറ്റ് സൈഡിലായിട്ടാണ്. ആ ഒരു മാറ്റം മാത്രമാണ് ഞാൻ ഫിസിക്കലി ഡിസൈനിൽ കണ്ടത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ നത്തിങ് ഫോണിൻ്റെ ബാക്കിൽ ആ ഒരു LED ഗ്ലിഫാണ് ഈ പറയുന്ന ഡിവൈസിനെ ഏറ്റവും കൂടുതൽ ബൂം ചെയ്യുന്നത്. കാരണം ഏകദേശം 900 LEDs ആണ് ഈ പറയുന്ന നത്തിങ് ഡിവൈസിൻ്റെ ബാക്കിൽ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിവൈസ് അടിപൊളിയായിട്ട് നമുക്ക് വേറൊരു സ്ഥലത്ത് വെച്ച് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന ഡിവൈസിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഫുൾ HD ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് 1080p പിക്സലിൻ്റെ ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്. OLED ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് 120 റിഫ്രഷ് റേറ്റ് നമുക്ക് കിട്ടും. പക്ഷേ ഐഫോണിലേക്ക് നോക്കുമ്പോൾ നമുക്ക് 60 Hz ഡിസ്പ്ലേ ആണെങ്കിൽ പോലും ലിക്വിഡ് റെറ്റിന HD ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വലുതായിട്ടുള്ള കമ്പാരിസണോ അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ഫ്രെയിം റേറ്റോ ഡ്രോപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസും ഇല്ല. പക്ഷേ റിഫ്രഷിംഗ് റേറ്റിൽ നമുക്ക് ചെറിയൊരു മാറ്റം ഫീൽ ചെയ്യും. കാരണം നമുക്കറിയാം 60 Hz ആണ്, അതേപോലെ തന്നെ നമ്മുടെ നത്തിങ് ഫോണിൽ 120 Hz ആണ്. പക്ഷേ സ്മൂത്ത്നെസ്സിനും അതേപോലെ ഫ്ലൂയിഡിറ്റിക്കും നമുക്ക് വലിയൊരു ചേഞ്ച് പറയാനായിട്ട് നമ്മുടെ ഡിസ്പ്ലേയിലും വരുന്നില്ല. പിന്നീട് പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഐഫോണിൽ വരുന്നത് A13 ബയോണിക് ചിപ്പും നമ്മുടെ നത്തിങ് ഫോണിൽ വരുന്നത് സ്നാപ്ഡ്രാഗൺ 778G+1. അപ്പോൾ നമ്മുടെ A13 ബയോണിക് ചിപ്പായിട്ട് ഇപ്പോഴും കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസിൻ്റെ ചിപ്സെറ്റാണെന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. നമ്മുടെ സ്നാപ്ഡ്രാഗൺ 778G+ ഐഫോണിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ A13 ബയോണിക് ചിപ്പായിട്ട് ഇപ്പോഴും ഫാർ അവേ ആണ്. കാരണം അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് നമ്മുടെ A13 ബയോണിക് ചിപ്പ് ഇപ്പോഴും നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ ഡിവൈസുകളിലെ റാം നോക്കിയാലും നമ്മുടെ ഐഫോണിൽ വരുന്നത് 4GB റാമും നമ്മുടെ നത്തിങ് ഫോണിൽ വരുന്നത് 8GB റാമുമാണ്. എന്നാൽ പോലും നമ്മുടെ ഐഫോണിൽ ഒരു ലാഗ് പോലും ഫീൽ ചെയ്യാതെ നമ്മുടെ ഈ ഒരു ഡിവൈസിനെക്കാട്ടും നല്ലൊരു പെർഫോമൻസ് നമുക്ക് തരാൻ പറ്റും. ഈ രണ്ട് ഡിവൈസിലും വരുന്ന ബേസിക് സ്റ്റോറേജ് എന്ന് പറയുന്നത് ഐഫോണിൽ 64GB അതേപോലെ തന്നെ നമ്മുടെ നത്തിങ് ഫോണിൽ 128GB നമുക്ക് കിട്ടുന്ന സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ക്യാമറയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഐഫോണിൽ വരുന്നത് 12 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് നമ്മുടെ ലോകത്തിലെ എല്ലാവർക്കും അറിയാം. പക്ഷേ നത്തിങ് ഫോണിൽ വരുന്നത് 50MP + 50MB ആണ്. ഈ 50MBയിൽ ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താ അറിയോ? നമ്മുടെ ഫോണിൽ ഒരു ഫോട്ടോ എടുത്തു. ഈ ഫോട്ടോ നമ്മൾ എത്ര വലിയ ഫോട്ടോ എടുത്താലും, അല്ലെങ്കിൽ ഇപ്പോൾ ഷവമിയൊക്കെ ഇറക്കണം അല്ല 100-120 മെഗാ പിക്സലിൻ്റെ ക്യാമറയിലാണ് ഫോട്ടോ എടുത്താൽ പോലും നമ്മുടെ കോമ്പുട്ടേഷണൽ സ്റ്റെബിലൈസേഷൻ അല്ലെങ്കിൽ കോമ്പുട്ടേഷണൽ പ്രോസസ്സിങ് കൂടെ ആ ഫോട്ടോ വരുമ്പോൾ നമുക്ക് മാക്സിമം 12MB മെഗാ പിക്സലിൻ്റെ ഒരു ഫോട്ടോ ആയിട്ട് ഈ ഒരു ഫോട്ടോ മാറും. അപ്പോൾ നമ്മൾ എത്ര വലിയ മെഗാ പിക്സലുള്ള ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞാലും കാര്യമില്ല, ഈ ഒരു ഫോട്ടോ നമ്മൾ അല്ലെങ്കിൽ അത്രയും നല്ല മെഷീനിലിട്ട് എഡിറ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ആ പറയുന്ന പിക്സൽ ഡെൻസിറ്റിയും അതേപോലെ പിക്സൽ ക്വാളിറ്റിയും നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ നമ്മൾ ഈ പറയുന്ന 50 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയിൽ ഫോട്ടോ എടുത്തു, 12 മെഗാ പിക്സലിൻ്റെ ഫോണിൽ ക്യാമറ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിലും അതേപോലെ തന്നെ ആ ഒരു കോമ്പുട്ടേഷണൽ ഇമേജ് പ്രോസസ്സിങ്ങിലും കാര്യമുണ്ട്. പക്ഷേ നമ്മുടെ ഈ പറയുന്ന ഐഫോണിൽ വരുന്ന 12 മെഗാ പിക്സൽ ക്യാമറയും അതേപോലെ തന്നെ നമ്മുടെ നത്തിങ്ങിൽ വരുന്നത് 50+50 മെഗാ പിക്സൽ ക്യാമറയുമാണ്. റിയറിൽ നമ്മൾ ക്യാമറയിൽ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമുക്ക് നത്തിങ്ങിൽ 12 മെഗാ പിക്സൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും കൂടെ അവിടെ തരുന്നുണ്ട്. നിരവധിയായിട്ടുള്ള
ഫിൽറ്റേഴ്സ് നിരവധി എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഫിൽറ്റേഴ്സ് നമ്മുടെ നത്തിങ് ഫോൺ വണ്ണിലുണ്ട്. നമ്മുടെ ഐഫോണിൽ ഏകദേശം 5-6 ഫിൽറ്റേഴ്സാണ് നമുക്ക് കിട്ടുന്നുള്ളൂ. ആ ഒരു കാര്യം നമ്മുടെ ഈ പറയുന്ന ഡിവൈസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് ചോദിച്ചാണ് ബാറ്ററി പെർഫോമൻസ്. ബാറ്ററി പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും അറിയാം, ഐഫോൺ 13 പോലും അവർ 3140 മില്ലി ആംപവറാണ് കൊടുത്തത്. നമ്മുടെ ഐഫോൺ 11 ഏകദേശം 3100 mAh ആണ് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ നത്തിങ് ഫോണിലേക്ക് വരുമ്പോൾ നമുക്ക് ഏകദേശം 4500 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള ബാറ്ററി പെർഫോമൻസ് നമുക്ക് നത്തിങ് ഫോണിൽ കിട്ടും. ഐഫോണിൽ നമുക്ക് ആ ഒരു ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നമുക്കൊന്ന് പിന്നോക്കം വെക്കേണ്ടി വരും. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ബാറ്ററി ജ്യൂസ് കുറവാണ് നമ്മുടെ ഈ പറഞ്ഞ OSഉം അതേപോലെ പ്രോസസ്സിങ് ചിപ്സെറ്റും കൺസ്യൂം ചെയ്യുന്നെങ്കിലും നമ്മുടെ ഈ പറയുന്ന ബാറ്ററിയുടെ കപ്പാസിറ്റി കാരണം നമുക്ക് കുറച്ച് നേരം കുറവായിരിക്കും നമ്മുടെ നത്തിങ് ഫോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നീട് ഈ പറയുന്ന കാര്യം ഞാൻ നത്തിങ് ഫോണിൻ്റെ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സാണ് പറയുന്നത്. വേറെ ഒന്നുമല്ല, അഡീഷണൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറയുന്ന നത്തിങ് ഫോണിൽ റിവേഴ്സ് ചാർജിങ് എന്ന് പറഞ്ഞ മെക്കാനിസം ഉണ്ട്. അത് നമ്മുടെ ഐഫോണായിട്ട് പോലും നമുക്ക് റിവേഴ്സ് ചാർജായിട്ട് ചെയ്യാൻ പറ്റും. അത് ഐഫോണിൽ നമ്മുടെ ഇൻഡക്ഷൻ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകൾക്ക് മാത്രമാണ് റിവേഴ്സ് ചാർജിങ് ഉണ്ടാവുക. ആ ഒരു ഓപ്ഷൻ ഇല്ലാത്ത ഡിവൈസുകളാണെങ്കിൽ നമുക്ക് റിവേഴ്സ് ചാർജ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഓപ്ഷൻ നമ്മുടെ നത്തിങ് ഡിവൈസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫീച്ചറാണ്. പിന്നീട് വേറെ കാര്യം, നമുക്ക് കോൾ വരുമ്പോൾ ഈ ഒരു കോൾ ചെയ്യുന്നത് ആരാണെന്ന് നമുക്ക് ഫോൺ എടുത്ത് നോക്കാൻ തന്നെ നത്തിങ് ഫോണിൽ കാണാൻ പറ്റും. കാരണം നത്തിങ് ഫോണിൻ്റെ ബാക്കിലുള്ള ഗ്ലിഫിൽ നമുക്ക് ഓരോ കോണ്ടാക്റ്റിനനുസരിച്ചുള്ള ലൈറ്റ് സെറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോൾ വരുന്നത് ആരാണെന്ന് നമ്മുടെ ഫോൺ നോക്കാതെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ നമ്മുടെ ഐഫോണിൽ മാത്രമല്ല ബാക്കിയുള്ള ഏത് ഫോണിലാണെങ്കിലും നമുക്ക് ഈ പറയുന്ന കോൾ വരുന്നത് ആരാണെന്ന് അറിയാമെങ്കിൽ നമുക്ക് ആ ഫോൺ എടുത്ത് നോക്കേണ്ടി വരും. അതും നമ്മുടെ ഈ പറയുന്ന നത്തിങ് ഫോണിൽ മാത്രമുള്ള ഒരു സ്പെഷ്യൽ ഫീച്ചറാണ്. അപ്പോൾ ഇത്രയും പേര് ചോദിക്കും, നത്തിങ് ഫോൺ അപ്പോൾ അടിപൊളിയാണോ, നത്തിങ് ഫോൺ ശരിക്കും ഐഫോണെ ബീറ്റ് ചെയ്തോ? അവിടെ ഒരു കാര്യമുണ്ട്, നത്തിങ് ഫോൺ ഒരു ത്രെട്ടാണോ ഐഫോണ്? സത്യം പറഞ്ഞാൽ അല്ല. കാരണം നത്തിങ് ഫോൺ എന്ന് പറയുന്നത് വേറെ ലീഗും ഐഫോൺ എന്ന് പറയുന്നത് ഒരു വേറെ ലീഗുമാണ്. ഐഫോണിൻ്റെ അത്രയും പോലും ഇപ്പോഴും നത്തിങ് എത്തിയിട്ടില്ലാണ് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് കാൽപ്പായി നമ്മുടെ നത്തിങ് ഐഫോണാണ് ഞങ്ങളുടെ കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ എല്ലാ കൂട്ടുകാരും ഞാൻ ചോദിക്കുകയാണ്, ഇറ്റ്സ് എ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. കാരണം നമ്മുടെ ഐഫോണായിട്ട് കമ്പയർ ചെയ്യുന്ന വേറൊരു ഡിവൈസ് ഇപ്പോൾ നമ്മുടെ സാംസങ് അതേപോലെ ഷവോമി അതേപോലെ കുറേ ഡിവൈസുകളുണ്ടെങ്കിൽ പോലും അവരെ ഒന്നും വെല്ലാതെ അല്ലെങ്കിൽ അവരെ ഒന്നും പിടിക്കാതെ ഐഫോണെ പിടിക്കാനുള്ള ഏറ്റവും വലിയ കാര്യമാണ് മാർക്കറ്റിംഗ്. നമ്മുടെ ഐഫോൺ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ടോപ്പ് മൊബൈലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആൻഡ്രോയിഡ് സെഗ്മെൻറ്റിൽ നിൽക്കുന്ന ഫോൺ ആൻഡ്രോയിഡ് സെഗ്മെൻറ്റിലുള്ള ഫോണിലായിട്ട് കമ്പയർ ചെയ്യാതെ ഐഫോണിലേക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ എല്ലാവരും ഇൻക്ലൂഡിങ് ഞാനാണ് ഇപ്പോഴും കരുതും, അപ്പോൾ അത്രയും നല്ല ഫോണാണോ ഈ പറയുന്ന നത്തിങ് എന്ന് നമ്മൾ കരുതും. അപ്പോൾ അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും അതേപോലെ തന്നെ അവരുടെ ഡിവൈസിലേക്കുള്ള ഹൈപ്പ് കൂട്ടാനുമാണ് ഈ പറയുന്ന ആ ഒരു ഐഫോണാണ് ഞങ്ങളുടെ കോമ്പറ്റീറ്റർ എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക്. അല്ലാതെ നമ്മൾ ഏത് വർഷം കുറേ അധികം നോക്കിയാലും നമുക്ക് ഐഫോണിൽ കിട്ടുന്ന ആ ഒരു സ്പെഷ്യൽ കാര്യങ്ങൾ, അതായത് നമ്മുടെ iOSൽ മാത്രം വരുന്ന ഫേസ് ടൈം, എയർ ഡ്രോപ്പ് അതേപോലുള്ള iMessage ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് നമ്മുടെ നത്തിങ് ഫോണിൽ കിട്ടില്ല. അതേപോലെ തന്നെ നമ്മുടെ ഐഫോണിൽ നമുക്ക് 5 years ഓഫ് ഓപ്പറേറ്റിംഗ് അപ്ഡേഷനാണ് കിട്ടുന്നത്. പക്ഷേ നമ്മുടെ ഈ പറയുന്ന നത്തിങ് OSൽ അല്ലെങ്കിൽ നത്തിങ്ങിൽ നമുക്ക് 3 years ഓഫ് അപ്ഡേഷൻ മാത്രമാണ് ലഭിക്കുന്നത്. ഒരു ഐഫോൺ യൂസർ എപ്പോഴും ഈ പറയുന്ന എക്കോസിസ്റ്റവും അതേപോലെ തന്നെ നമ്മുടെ ഫേസ് ടൈം, iMessage, എയർ ഡ്രോപ്പ് ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ യൂട്ടിലിറ്റി ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഐഫോണിനൊരു ത്രെട്ടാണോ നത്തിങ് എന്ന് വെച്ചാൽ ഇറ്റ്സ് നത്തിങ് ടു ദ ഐഫോൺ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നത്തിങ്ങും അതേപോലെ തന്നെ നമ്മുടെ iPhone 11 നമ്മുടെ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ മിഡ് റേഞ്ച് ഫോണായിട്ട് ഞാൻ കമ്പയർ ചെയ്ത് നമുക്കെല്ലാം കൂടെ ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ
നല്ല ഹെൽപ്ഫുള്ളാണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് അവർക്കൊരു പുതിയ കാര്യവും അതേപോലെ ഹെൽപ്ഫുൾ ആവാനും എന്തായാലും കാരണം. പിന്നീട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഒരു നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ വരികയും നിങ്ങളത് മറന്നു പോകാതെ കാണുകയും ചെയ്യും. ആൻഡ് ഞാൻ നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിക്കാരും പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ്, അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയിരുന്ന ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് നിങ്ങൾക്ക് മാറാം. അല്ല, നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ തൊട്ട് താഴത്ത് കൊടുത്തിട്ടുണ്ട്. Go follow me in Instagram. And thank you so much for watching this whole video. This is Abin Xavier signing from Adobe Pr.